ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും ക്രിസ്മസൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചെന്ന് വിചാരിക്കണം. നമുക്ക് ഈ കഴിഞ്ഞ തിങ്കളാഴ്ച തൊട്ട് വെള്ളിയാഴ്ച വരെ, അതായത് ഇന്ന് വരെ സൈഡ് വൈസാണ് മാർക്കറ്റ് പോയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് കുറേ ട്രേഡിങ് ഓപ്പർച്യൂണിറ്റികളൊന്നുമില്ല. അപ്പോൾ സൈഡ് വൈസിൽ എങ്ങനെ ഒരു ട്രേഡ് പിക്ക് ചെയ്യാം എന്നുള്ളതാണ് നമ്മളോട് സംസാരിക്കുന്നത്. നിങ്ങൾക്കൂടെ ഞാൻ ഗ്യാപ്പ് എന്ന് ഒരു ഏരിയ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ടൈം ഫ്രെയിം ഇട്ടിട്ടാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് വരച്ച് ചെയ്യണത്. ഇന്നലത്തെ ഡേ ഹൈ ആണ് ഇന്നത്തെ സപ്പോർട്ട് റെസിസ്റ്റൻസിലായിട്ട് ആക്ട് ചെയ്യണത്. പിന്നെ അതിൻ്റെ അനുസരിച്ചുള്ള വേറെ ഡേ ക്യാൻഡിൽസ് തന്നെയാണ് സപ്പോർട്ട് റെസിസ്റ്റൻസ് നോക്കിയിരിക്കുന്നത്. അതിൽ ഒരു ദിവസത്തിന് മാത്രം ഇങ്ങനത്തെ ഒരു ഗ്യാപ്പ് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഗ്യാപ്പ് ഒന്ന് മാർക്ക് ചെയ്തത്. മാർക്കറ്റ് രാവിലെ ഓപ്പണായി, അതിനുശേഷം നമ്മുടെ ഒരു റെസിസ്റ്റൻസ് മുകളിലേക്ക് പോയി, പിന്നെ താഴത്തേക്ക് വന്ന് മാർക്കറ്റ് PE റണ്ണ് കണ്ടിന്യൂ ആയി. അതിനുശേഷം ഒരു പോയിൻ്റ് അധികം മാർക്കറ്റ് അവിടെ സ്റ്റോപ്പായി, പിന്നെ സൈഡ് വേസിലേക്ക് പോയി. ഈ സൈഡ് വേസ് മൊമെൻറ്റം ഈ കഴിഞ്ഞ വീക്കിൽ, മീൻസ് ഈ വീക്കിലൊക്കെയും തിങ്കളാഴ്ച ടു ബുധൻ പിന്നെ ഇന്ന് വരെ കണ്ടിന്യൂ ആയിട്ടുണ്ട്. അപ്പോൾ സൈഡ് വേസ് പറഞ്ഞ നേരത്ത് നമുക്ക് എന്തെങ്കിലും പ്ലാൻ ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സൈഡ് വേസ് കിട്ടി. അതിനുശേഷം അതായത് സൈഡ് വേസിൻ്റെ മുകളിൽ ലിക്വിഡിറ്റി ഉണ്ട്, അടിയിൽ ലിക്വിഡിറ്റി ഉണ്ട്. അടിയിൽ ലിക്വിഡിറ്റി ഗ്രാബ് ചെയ്തു, പിന്നെ മുകളിലേക്ക് പോയിട്ട് ഗ്രാബ് ചെയ്തിട്ടില്ല. പക്ഷേ അടിയിലേക്ക് ബ്രേക്ക് ആക്കി. പക്ഷെ നമുക്കിതിൽ കണ്ടിന്യൂ ആയിട്ട് നമുക്ക് ട്രേഡ് കിട്ടണമെങ്കിൽ പിന്നെയും ഇതിനെ റീടെസ്റ്റ് ചെയ്യണം. അതായത് ക്യാൻഡിൽസ് അടിയിലേക്ക് എത്തി, അതിനുശേഷം ക്യാൻഡിൽസ് മുകളിൽ പോയിട്ട് റീടെസ്റ്റ് അടിക്ക് വരണം. അങ്ങനത്തെ സിനാരി നടന്നിട്ടില്ല. പക്ഷേ അതാണ് എൻ്റെ ഒരു റീടെസ്റ്റ്. അങ്ങനത്തെ ഒരു എൻട്രിയാണ് കിട്ടുക. ഞാനിവിടെ ആ ഒരു ലോയും കൂടി ഇട്ടിട്ടുണ്ട്. എവിടെ വരെ പോവും എന്നൊരു ചോദ്യം ഉണ്ടാവും എല്ലാവർക്കും. ആ ചോദ്യത്തിൻ്റെ ആൻസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ് അവിടുത്തെ ആൻസർ. ഗ്യാപ്പ് ഫുള്ളായിട്ട് ഫില്ല് ചെയ്യുന്നില്ല, മാക്സിമം ഫില്ല് ചെയ്യുക എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. നമുക്ക് ഈ ഗ്യാപ്പിൻ്റെ ഉള്ളിലേക്ക് വരുന്ന നേരത്ത്, അതായത് ഈ ഒരു ഏരിയയിലേക്ക് വരുന്ന നേരത്ത് എക്സിറ്റ് അടിക്കുക എന്നുള്ളതാണ് പ്ലാൻ കേട്ടോ. അപ്പം അങ്ങനെയാണ് ഞാൻ ഗ്രൂപ്പിലും ഉണ്ടാകുന്നത്. അപ്പോൾ ചെറിയ ഒരു സെറ്റപ്പ് എന്നല്ല, നമ്മൾ ആ സൈഡ് വേസിൽ എങ്ങനെ ട്രേഡ് എടുക്കണം എന്നുള്ളതാണ് കാര്യം. സൈഡ് വേസിൽ ഇങ്ങനത്തെ ഒരു സൈഡ് വേസ് മൊമെൻറ്റം കിട്ടണം. അതിനുശേഷം ബ്രേക്ക് ചെയ്യണം. ചിലപ്പോൾ ലിക്വിഡിറ്റികൾ മുകളിലേക്കും മുകളിലേക്കും ഗ്രാബ് ചെയ്തേക്കാം. അതിനുശേഷം വരുന്നൊരു നല്ല ബ്രേക്ക് കിട്ടണം. അതിനുശേഷം റീടെസ്റ്റിലാണ് എൻട്രി എടുക്കുക. ഇവിടെ റീടെസ്റ്റ് ഇല്ല. ഞാൻ പ്രീവിയസ് ഡേയ്സിലുണ്ടായിരുന്നു. നിങ്ങൾ അതിന് വേണ്ടി എൻ്റെ ഫ്രീ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഞാൻ അതിൽ ഡീറ്റെയിൽസ് ഇട്ടിട്ടുണ്ട്. എങ്ങനെയാണ് റീടെസ്റ്റ് ചെയ്യേണ്ടത്, എവിടെയാണ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ട്രേഡ് എടുക്കേണ്ടത്, അതൊക്കെ ഡീറ്റെയിൽസ് അതിൽ ഇട്ടിട്ടുണ്ട്.